ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തൊട്ട് നമ്മളൊരു പെർഫ്യൂം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. റസാസി ഹവാസിൻ്റെ അൺബോക്സിങ് റിവ്യൂസ് ഒക്കെയാണ് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കാം. ഓരോ വീഡിയോസും ഓരോ പെർഫ്യൂമാണ് ഞാൻ കാണിക്കുന്നത്. ആൻഡ് റീസെൻ്റായിട്ട് ഞാൻ കുറച്ച് റസാസി ഹവാസിൻ്റെ ഫ്ലാങ്കേഴ്സ് പർച്ചേസ് ചെയ്തു. ലെറ്റ്സ് ഗോ. വീഡിയോയിൽ നമ്മുടെ ഇന്നത്തെ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് റസാസി ഹവാസിൻ്റെ കോബ്രയാണ്. ഒറിജിനലും ഇതും ഏകദേശം സെയിം ബോക്സ് ആണ്. ബട്ട് ഇതിൻ്റെ അകത്ത് ലൈൻസ് ഉണ്ട്. ഇതിനകത്ത് ചെറിയ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഉണ്ട്, പക്ഷെ അതിന് ഇല്ല, ഒറിജിനലില്ല. അൺബോക്സ് നമ്മൾ നല്ല നീറ്റായിട്ട് വേണം അൺബോക്സ് ചെയ്യാൻ. മെസ്സിയായി ഗൈസ്, ഇതൊക്കെ മെസ്സിയായി. പിന്നെ വാവ്, oh my god, wow, നല്ലൊരു ബ്ലാക്ക്, നല്ല നൈസ് ബ്ലാക്ക് ആണ്. കോബ്ര ഐ തിങ്ക് ഞാൻ കണ്ടതിൽ കോബ്രയാണ് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഒരു ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് ടൈപ്പാണ് വരുന്നത്. wow, it smells so good. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും ഇത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ക്യാപ്പിൽ ആ ഒരു സ്നേക്കാണ്. ഇതിൻ്റെ ഒരു സെൻറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫ്രഷ്, സ്പൈസി, പൗഡറി, വുഡി, സിട്രസ്, സിനമൺ, മസ്ക്, അങ്ങനെ കുറേ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സെൻറ്റ് പ്രൊഫൈലാണ് ഇതിന്. ഇതൊരു ഡെയിലി വെയറിന് പറ്റിയൊരു പെർഫ്യൂമും കൂടിയാണിത്. ഇപ്പം റസാസി ഹവാസിൽ എൻ്റെ ഉള്ളതിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്സിൽ ആയത്. ഇതിൻ്റെ നോട്ട്സ് വരുന്നത് ടോപ്പ് നോട്ട്സിൽ ജിഞ്ചർ, ബെർഗാമോൺ, ടാങ്ക്രിൻ ആണ്. ഇതിൻ്റെ മിഡിൽ നോട്ട്സ് വരുന്നത് സിനമൺ, നെറോലി, ഗ്രീൻ ടീ, അതൊക്കെയാണ്. ഇതിൻ്റെ ബേസ് നോട്ട്സ് വരുന്നത് മസ്ക്, വുഡി, ആംബർ ഒക്കെയാണ്. ഇതുപോലെ ഇഷ്ടപ്പെടുന്നത് ദിസ് ഇസ് ഫോർ ഹിം. ബട്ട് ഈ മെൻസ് പെർഫ്യൂം അല്ലെങ്കിൽ മെൻസ് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. സോ എനിക്ക് കൂടുതലും മെൻസ് പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഒക്കെയാണ് എനിക്ക് ഇഷ്ടം കൂടുതലും. കുറേ സ്വീറ്റി അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ദിസ് ഹാസ് സം സ്പൈസി, ഫ്രഷ് സ്പൈസി. സോ യെസ് ഗൈസ്, സോ ഇതാണ് നമ്മുടെ സീരീസിലെ ഫസ്റ്റ് പെർഫ്യൂം അൺബോക്സിങ് ആൻഡ് റിവ്യൂ. സോ എല്ലാവരും ഇത് മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഗോ ഫോർ ഇറ്റ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതിൻ്റെ എൻ്റെ കയ്യിലുള്ള ഫാമിലി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഉണ്ടായിരുന്നതാണ് ദിസ് വൺ. ഇത് മിക്കവാർക്കും അറിയുന്നതായിരിക്കും. ദിസ് ഇസ് റസാസി ഹവാസിൻ്റെ ഒറിജിനൽ വൺ. ഇതിൻ്റെ ബോക്സ് ആണിത്. സോ ഐ റീപർച്ചേസ് ബിക്കോസ് ഇത് അടിപൊളി കേട്ടോ, നൈസ് ഒരു സ്മെല്ലാണ്. എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയ ഒരു ഫ്രാഗ്രൻസ് ആണിത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ മസ്റ്റ് ഹാവ്. കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും ബോക്സ് വരുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ബട്ട് ദിസ് ഹാസ് ലൈൻസ്. ആൻഡ് ഇത് ഭയങ്കര പ്ലെയിൻ ആണ്. ബട്ട് അതർ എല്ലാം ഇതിന് കോബ്ര എന്ന് എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് ദ ഒറിജിനൽ വൺ. യെസ്, ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിക്കും. ഇത് സെയിം തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ക്യാപ്പ് എല്ലാത്തിനും സെയിം ആണ്. ഐസിന് മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ആൻഡ് ഐ ഹാവ് ഐസ് ആൻഡ് ഐ ഹാവ് ട്രോപ്പിക്കൽ, റസാസി ഹവാസിൻ്റെ ട്രോപ്പിക്കൽ. സോ ഫാമിലി എൻ്റെ കയ്യിലുള്ളത്. സോ ഇത് നാലും ഇതിൻ്റെ വീഡിയോസാണ് ഞാൻ സീരീസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ നാലിൻ്റെയും അൺബോക്സിങ്ങും റിവ്യൂവും ചെയ്തു. ഒരെണ്ണം ഞാൻ ഓൾറെഡി ചെയ്തു. അത് 3 ആർ ലെഫ്റ്റ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്, ഇതിപ്പം ന്യൂ റിലീസാണ്, പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പെർഫ്യൂം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറണ്ട് റേറ്റ് വരുന്നത്, പ്രൈസ് വരുന്നത് 4000 to 4500 അങ്ങനെയാണ്. ബട്ട് കുറച്ച് മന്ത്സ് കഴിഞ്ഞാൽ ഒരു 3K ആ ഒരു റേഞ്ച് എത്തായിരിക്കും. ബട്ട് ദിസ് ഇസ് വർത്ത് ഇറ്റ്. ഒരു 1 month കണ്ടിന്യൂസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ബിക്കോസ് ഞാനിത് സൗദിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനൊരു 1 month കറക്റ്റ് ഡെയിലി യൂസ് ചെയ്തു ഓഫീസിൽ പോകുന്ന സമയത്ത്. ആൻഡ് ആ ഒരു 1 month കണ്ടിന്യൂസ് യൂസ് ചെയ്തത് തീരും. EDP അതിൻ്റെ ഞാൻ നോക്കിയിട്ട് നെക്സ്റ്റ് ഇത് വരുമ്പോൾ ഐ വിൽ റേറ്റ് ഇറ്റ്സ് പ്രൊജക്ഷൻ ആൻഡ് ലാസ്റ്റ്. ഓൾസോ റസാസി ഹവാസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഏതാണ് അടുത്ത് അൺബോക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ഞാൻ വേഗം ചെയ്തിടുന്നതായിരിക്കും. So guys, that's it for today. Next video ഞാൻ അടുത്തൊരു പെർഫ്യൂം അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെയും thank you for watching. If you like this video, do like, share and subscribe. Bye.